ഇതൊരു ഡിജിറ്റൽ ക്ലോക്കാണ്, LED ക്ലോക്കാണ്. ഇത് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് 3mm LED ഉപയോഗിച്ചിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബേസ് 3D പ്രിൻ്റ് ചെയ്തിട്ടാണ് അതിനകത്താണ് വെച്ചിരിക്കുന്നത്. 3D പ്രിൻ്റ് ചെയ്യാൻ സൗകര്യമില്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ഒരു സാധാ ബോർഡിൻ്റെ മുകളിൽ ഇതുപോലെ ഹോൾ അടിച്ചിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് കൺട്രോൾ ചെയ്യുന്ന ബോർഡ് നമ്മൾ വേറൊരു ക്ലോക്കിൻ്റെ, അതായത് ഡിജിറ്റൽ ക്ലോക്കിൻ്റെ തന്നെ ഒരു ബോർഡാണ് ഇതിന് കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു 3 മോഡൽ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാകും. ഇപ്പോൾ ടൈമാണ് കാണിക്കുന്നത്, അടുത്തത് വരുന്നത് ഡേറ്റ് ആയിരിക്കും, അതിനുശേഷം ഈ റൂം ടെമ്പറേച്ചറും കൂടിയിട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു LED ക്ലോക്കിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു LED ക്ലോക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഒരു ബോർഡ് നമുക്ക് കിട്ടണം. ഈ ഒരു ക്ലോക്കിൻ്റെ ഇതൊരു LED ക്ലോക്കാണ്, 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ ഉപയോഗിച്ചിട്ടുള്ള LED ക്ലോക്കാണ്. അത് LCDയിൽ വരുന്നുണ്ട്. LCD ടൈപ്പ് നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഈ ഒരു റെഡ് ലൈറ്റോ അല്ലെങ്കിൽ ഗ്രീനൊക്കെ പല കളറിൽ ഈ ഒരു 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ക്ലോക്ക് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ക്ലോക്കിനകത്തുള്ള ബോർഡാണ് നമ്മൾ ഈ ഒരു LED ക്ലോക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇത് പൊളിച്ചെടുത്തിട്ട് ഇത് മാറ്റി വയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് വരുന്ന ഈ ഒരു 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേയുടെ ഒരു കിറ്റാണിത്, 4 ഡിജിറ്റുള്ള കിറ്റാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ ഇതിൻ്റെ ബോർഡ് മാത്രമാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ബോർഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, ഒരു 4 ട്രാൻസിസ്റ്റർ ഈ ബോർഡിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ 4 ട്രാൻസിസ്റ്ററിൽ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് പോസിറ്റീവ് ഔട്ട്പുട്ടാണ് വരുന്നത്. അത് ചില ബോർഡിൽ നമുക്ക് ഇത് നെഗറ്റീവ് ഔട്ട്പുട്ട് വരുന്ന രീതിയിലും ഇതിൽ ബോർഡ് ഉണ്ടാവും. അപ്പോൾ നമ്മളത് ഇതിൻ്റെ ഈ ട്രാൻസിസ്റ്റർ ആദ്യം ചെക്ക് ചെയ്യണം, ഇതിൻ്റെ ഔട്ട്പുട്ട് ഏതാ വരുന്നതെന്ന് അറിയാനായിട്ട്. ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ നമ്പറൊന്ന് സാധാ ട്രാൻസിസ്റ്ററിലേക്ക് ഒന്ന് കൺവെർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇത് 8050 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററാണ് ഇതിൽ വരുന്നത്, PNP ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് കംപ്ലീറ്റ് വരുന്നത് പോസിറ്റീവാണ്. അപ്പോൾ ഈ 4 ട്രാൻസിസ്റ്ററാണ് ഇതിൻ്റെ മെയിനായിട്ട് 4 ഡിജിറ്റലിനും സപ്ലൈ കൊടുക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഉണ്ടോ, ഈ 4 ഡിജിറ്റിനും പോസിറ്റീവ് സപ്ലൈ കൊടുക്കാനായിട്ട് വരുന്നതാണ് ഈ 4 ട്രാൻസിസ്റ്റർ. അപ്പോൾ ഇതിൽ നിന്നൊരു വയർ എടുത്ത് ഇതിൽ കൊടുത്തു, അടുത്ത ട്രാൻസിസ്റ്ററിൻ്റെ അടുത്ത വയർ, അങ്ങനെ 4 എണ്ണത്തിലേക്കും 4 പോസിറ്റീവ് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യാനുള്ള പവർ ഇവിടെ വന്നു. അപ്പോൾ സിഗ്നലിനായിട്ട് നമുക്കിവിടെ 7 ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടും. 7 ഔട്ട്പുട്ട് നമുക്കിവിടെ 1 2 3 4 5 6 7 ഔട്ട്പുട്ട് കിട്ടും. പിന്നെ അതുപോലെ അതിന് ലാസ്റ്റ് വരുന്നതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിൽ ഇവിടെ ഒരു ഡോട്ട്, സെക്കൻഡ് ബ്ലിങ്ക് ചെയ്യാനായിട്ട് വരുന്ന പോയിൻ്റ് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് നമുക്ക് സപ്ലൈ കൊടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഈ 3 LEDകളാണ് നമ്മൾ ഒരുമിച്ച് ജോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇതുപോലെയാണ് നമ്മളിതിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് 3 സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതുപോലുള്ള 3 LEDകൾ വീതം എല്ലാ ഭാഗത്തും നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്തതിന് ശേഷം, ഇത് കോമൺ പോസിറ്റീവ് ബോർഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പോസിറ്റീവ് കണക്ഷൻസ് ഒരുമിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വയറാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കേണ്ടത്. ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ ഫസ്റ്റ് കാണുന്ന പിന്നിൽ വരുന്നുണ്ടാവും, ഇതിലേക്ക് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ എല്ലാം നമ്മൾ അങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതിന് 7 സിഗ്നലായിട്ട് നമുക്കിതിനെ മാറ്റിയെടുക്കണം. അപ്പോൾ ഇതിന് ABCDEFG അങ്ങനെ നമുക്കൊന്ന് ഏതെങ്കിലും ഒരു നമ്പർ നമുക്കിതിന് കൊടുക്കാം, നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ A എന്ന് പറയുന്ന ഭാഗം ഇതാണെന്നുണ്ടെങ്കിൽ അടുത്തതിനും A എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ A എന്ന് പറയുന്ന ഭാഗം ഇതായിരിക്കും, ഈ ടോപ്പിൽ കാണുന്ന ഈ പാർട്ടായിരിക്കും. B എന്ന് പറയുന്നത് നമ്മൾ ഇതാണ് സങ്കല്പിച്ചതെങ്കിൽ B ഇതാണ്, ഇതിൻ്റെയും B ഇതാണ്, എല്ലാത്തിൻ്റെയും B ഇതാണ്. ഓക്കെ, C ഇതാണെങ്കിൽ ഇതിൻ്റെ C ഇത്, ഇതിൻ്റെ C ഇത്, അങ്ങനെ. അപ്പോൾ ഓരോന്നിനും A എന്ന് പറയുന്നത് എല്ലാം നമ്മൾ ഷോർട്ട് ചെയ്യണം. നെഗറ്റീവുകൾ, പോസിറ്റീവ് നമ്മൾ ഓൾറെഡി ഷോർട്ട് ചെയ്തിട്ട് ഒരു ഡിജിറ്റിനുള്ള ഔട്ട്പുട്ട് നമ്മൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ടിലൂടെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ A എന്ന് പറയുന്നതിൻ്റെ നെഗറ്റീവ് നമ്മൾ എടുക്കുന്നു, ഇതിൻ്റെയും നെഗറ്റീവ് എടുക്കുന്നു, ഇതിൻ്റെയും നെഗറ്റീവ് എടുത്തിട്ട് ഒരു വയറായിട്ട് അവിടേക്ക് മാറ്റി വരുന്നു. അതുപോലെ Bയുടെയും ഇതുപോലെ തന്നെ നെഗറ്റീവുകൾ തമ്മിൽ ഷോർട്ട് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നു. അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടിയിട്ട് നമുക്ക് 7 ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടും. 1 2 3 അങ്ങനെ 7 ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടും. ആ 7 ഔട്ട്പുട്ടാണ് നമ്മളിവിടെ സോൾഡർ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അതിന് ശേഷം നമുക്ക് 2 ഡോട്ട് വരും. ആ ഡോട്ടിൻ്റെയും ഇതുപോലെ തന്നെ നെഗറ്റീവ് നമ്മളിവിടെ എടുക്കുന്നു, പോസിറ്റീവ് നമ്മൾ ഡയറക്റ്റ് ഏതെങ്കിലും ഒരു പോസിറ്റീവിൽ നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ ഈ LEDകളൊക്കെ സോൾഡർ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം തന്നെ കോമൺ പോസിറ്റീവായിട്ട് സോൾഡർ ചെയ്തു. 7 ഇൻപുട്ട് നമുക്കിതിലേക്ക് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒഴിവാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇനി നമുക്കെല്ലാം തന്നെ 7 വയർ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാം A എന്നുള്ളത് കംപ്ലീറ്റ് ഷോർട്ട് ചെയ്തിട്ട് ഒരുമിച്ച് എടുക്കാം. അപ്പോൾ ഇനി അതാണ് ഇനി അടുത്ത വർക്ക്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഡിജിറ്റുകളൊക്കെ ഒരു വുഡിൻ്റെ മുകളിൽ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് കാണാനായിട്ട് ലുക്ക് ഉണ്ടാവും. പിന്നെ അതുപോലെ സെൻറ്ററിൽ സെക്കൻഡ് ബ്ലിങ്ക് ചെയ്യാനായിട്ട് ഒരു 3mm LED രണ്ടും വയ്ക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് നമ്മൾ നേരത്തെ കണ്ട LED ലിങ്കുകളൊക്കെ ഇതിൻ്റെ ബാക്കിലാണ് ഉള്ളത്. അതൊക്കെ കൂടിയിട്ട് നമുക്കിവിടെ വയർ ചെയ്തിട്ട് ലാസ്റ്റ് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് കൂടി നോക്കാം. അപ്പോൾ ഞാനിതിൻ്റെ വയറിംഗ് എല്ലാം ഇവിടെ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അതെങ്ങനെ കൊടുത്തിരിക്കണം എന്നുള്ളതും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ടോട്ടൽ 12 പിന്നാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് വരുന്ന ഈ 4 പിന്നാണ് D1, D2, D3, D4 അങ്ങനെയാണ് വരുന്നത്. നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും D1, D2, D3, D4 ഇത് 4ഉം ട്രാൻസിസ്റ്ററിൽ നിന്ന് വരുന്ന പോസിറ്റീവാണ് ഇതിൽ നിന്ന് വരുന്നത്. ഈ LED വർക്ക് ചെയ്യാനുള്ള പവർ കൊടുക്കുന്ന പിന്നുകളാണ് D1, D2, D3, D4. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് വരുന്നത് പിന്നെ ഇവിടെ ഈ ഡിസ്പ്ലേയിൽ വരുന്ന 7 സെഗ്മെൻറ്റിനുള്ള ഔട്ട്പുട്ടുകളാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതിനുള്ളത് G എന്ന് പറയുമ്പോൾ ഇതാണ്, ഈ സെൻറ്ററിൽ കാണുന്ന ബാറാണ് G. നമ്മളിവിടെ കണ്ടല്ലോ ഈ സംഭവത്തിൽ ഇതിൻ്റെ സെൻറ്ററിലുള്ള ഈ സാധനമാണ് ഇതിലിവിടെ ഇവിടെ കാണുന്ന G എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ G കഴിഞ്ഞ് അടുത്തത് വരുന്നത് F ആണ്. അപ്പോൾ F നമുക്ക് ഇവിടെ കാണാം, ഈ സൈഡിലാണ് F വരുന്നത്. അതുപോലെ DP എന്ന് പറയുന്നത് ഈ നമുക്ക് സെക്കൻഡ് ബ്ലിങ്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ സെക്കൻഡ് ബ്ലിങ്ക് ചെയ്യാനുള്ള DP എടുക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് നമ്മൾ ഇതിൽ നിന്ന് എടുക്കണം. ഇതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന അതിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ പോസിറ്റീവ് എടുക്കേണ്ടത്. അതിലേക്കുള്ള വോൾട്ടേജ് നമ്മൾ പോസിറ്റീവ് ഇതിൻ്റെ അടുത്ത് വരുന്ന ഡിജിറ്റിൽ നിന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ 2 LED കൊടുക്കണമെങ്കിൽ നമ്മൾ രണ്ടിനും കൂടിയിട്ട് പോസിറ്റീവ് ചെയ്യുക. അതുപോലെ തന്നെ രണ്ടിനും കൂടിയിട്ടുള്ള നെഗറ്റീവ് നമ്മൾ ഈ 7 എന്ന് പറയുന്ന DP എന്ന് പറയുന്ന പിന്ന്, അതായത് ഇവിടുന്ന് 7ാമത്തെ പിന്നിലേക്കാണ് കൊടുക്കേണ്ടത്. രണ്ടിൻ്റെയും നെഗറ്റീവ്. പോസിറ്റീവ് നമ്മൾ കോമൺ ആയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ A എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഭാഗത്തുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് 4 ഡിജിറ്റിനും ഒരേപോലെ ജോയിൻറ്റ് ലിങ്ക് ചെയ്തിട്ട് വേണം അവസാനം വരുന്ന വയറാണ് Aയിൽ കൊടുക്കേണ്ടത്. ഓരോ ഡിജിറ്റിനും സെപ്പറേറ്റ് അല്ല, എല്ലാം കൂടി ലിങ്ക് ചെയ്തിട്ട് ആ ഒരു വയറാണ് നമ്മൾ Aയിൽ കൊടുക്കേണ്ടത്. അതുപോലെ B, C, D, E, F അത് കംപ്ലീറ്റ് ഇതുപോലെ തന്നെ കൊടുക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു ബോർഡിൽ വരുന്ന പിന്നൗട്ട്. ഇതിലാകെ വ്യത്യാസം വരുന്നത് ചിലപ്പോൾ കോമൺ നെഗറ്റീവ് ആയിരിക്കും. ഇത് കോമൺ പോസിറ്റീവ് ടൈപ്പ് ബോർഡാണ്. അതുകൊണ്ട് നമ്മളിത് പോസിറ്റീവാണ് ഇതിലേക്ക് വർക്ക് ചെയ്യാനുള്ളത് കൊടുക്കുന്നത്. നെഗറ്റീവാണ് സ്വിച്ചിങ്ങിന് വരുന്ന സപ്ലൈ. അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ചെയ്യാൻ താല്പര്യം ഉണ്ടാകും. പക്ഷേ ഈ ഒരു വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഇപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ പലർക്കും നോട്ടിഫിക്കേഷൻ പോകാത്തതുകൊണ്ട് കിട്ടാതിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിനും അതൊരു ഗുണകരമായി തന്നെ തീരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഗുഡ് ബൈ.